ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും ഇതേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ എടുത്തേക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലാസിക് 2025 വേരിയൻ്റ് ആണ് കേട്ടോ. അറിയാം, വണ്ടി ഇറങ്ങിയിട്ട് കുറച്ചായി, പക്ഷേ നമുക്ക് ഇപ്പോഴാണ് വണ്ടി കിട്ടിയതും ഓഫ്കോഴ്സ് സമയം കിട്ടിയത് ഇപ്പോഴാണ്. സോ ഇന്ന് ഈ വീഡിയോയിൽ ക്ലാസിക് 350യുടെ കംപ്ലീറ്റ് വിശേഷം പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ പ്രൈസ്, ഇതിന് എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഞാൻ മാറ്റിത്തരാം. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കൈസർ മോട്ടോഴ്സ് വൈറ്റ്ല. ഇവരാണ് നമുക്ക് ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്ത് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ വേരിയൻറ്റ് പറയണം കേട്ടോ. ഒരുപാട് വേരിയൻ്റ് ഉണ്ട്. ഐ തിങ്ക് 1, 2, 3, 4, 6, 7 വേരിയൻറ്റ് വരുന്നുണ്ട്. അത് കളർ വൈസും ഉണ്ട്, അത് കൂടാണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി 2025 എന്താണ് മാറ്റം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്രോസ് എല്ലാ മോഡലും നമുക്കിപ്പോൾ LED ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. യെസ്, റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മീറ്റോറിൻ്റെ ബേസ് വേരിയൻറ്റും ബുള്ളറ്റ് സീരീസ് ഒഴികെ ബാക്കി എല്ലാത്തിനും നമുക്കിപ്പോൾ LED ഹെഡ്ലൈറ്റ് ആയിട്ടുണ്ട്. അത് കൂടാണ്ട് വന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിൽ നമുക്കിപ്പോൾ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. അതാണ് പൊതുവെ എല്ലാ വേരിയൻറ്റും വന്നേക്കുന്ന ഒരു മാറ്റം. പിന്നെ ടോപ്പ് മോഡൽ, അതായത് ഡാർക്കിനും ക്രോമിനും നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും വരുന്നുണ്ട്. കൂടാണ്ട് നിങ്ങൾ തന്നെ നോട്ടീസ് ചെയ്ത് കാണും, നമുക്ക് ടോപ്പ് 2 മോഡലിന് നമുക്ക് ട്രിപ്പറും വരുന്നുണ്ട്. പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം ഏതാണ് ടോപ്പ് വേരിയൻ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ബേസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ബേസ് വേരിയൻറ്റ് വരുന്നത് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. പ്രീവിയസ് ഉണ്ടായിരുന്ന അതേ കളർ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. അത് നമുക്ക് സിംഗിൾ ചാനൽ ABS ആണ്. നമുക്കതിൽ റിയറിൽ ഡിസ്ക് ഇല്ല, റിയർ ഇപ്പോഴും ഡ്രം ആണ്. യെസ്, യു ഹെഡ് സിംഗിൾ ചാനൽ ABS ആണ്. നമുക്ക് അതിനകത്തേക്കും ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. സിംഗിൾ കളറാണ്, ആ ഒരു റെഡ് കളർ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആണ് കേട്ടോ. ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആ ഒരു ട്രിപ്പറൊന്നും ഉണ്ടാവില്ല. ട്രിപ്പർ നമുക്ക് ഏത് വേരിയൻറ്റ് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ പറ്റും, പക്ഷേ അലോയ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തേക്ക് ഞാൻ വരാം. പിന്നെ നമുക്ക് സെക്കൻഡ് സീരീസ് വരുന്നത് ഹാൽക്കൻ സീരീസ് ആണ്. അതാകുമ്പോഴത്തേക്കും നമ്മുടെ റെഡ് ചിഹ്നയിലും 1000 രൂപ അധികം കൊടുക്കണം. ഹാൽക്കൻ ബ്ലാക്ക് എന്നിട്ടൊരു കളർ വരുന്നുണ്ട്. ഹാൽക്കൻ ബ്ലാക്കും ഹാൽക്കൻ ഗ്രീൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനാകുമ്പോഴത്തേക്ക് നമുക്ക് 1000 രൂപ അധികം കൊടുക്കണം. പക്ഷേ അതിനകത്ത് നമുക്ക് റിയർ ഡിസ്ക് വരുന്നുണ്ട്. യെസ്, യു ഹെഡ് 270 300 mAh എന്ന ഒരു ഡിസ്ക് നമുക്ക് ഹാൽക്കനിൽ വരുന്നുണ്ട് കമ്പയർ ടു റെഡ് ഡിസ്ക്. അത് കൂടാണ്ട് തന്നെ അതിൻ്റെ വീൽ കളർ വ്യത്യാസമുണ്ട്. അതിൻ്റെ സ്പോക്ക് വീലിലെ കളർ ക്രോം ആയിട്ട് മാറിയിട്ടുണ്ട്. അതും സ്റ്റിൽ സിംഗിൾ ചാനൽ ABS ആണ്. യെസ്, ഹാൽക്കനിൽ നമുക്ക് ഈവൻ ദോ റിയർ ഡിസ്ക് ഉണ്ടെങ്കിൽ കൂടെ അത് സിംഗിൾ ചാനൽ ABS ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് അവതരിപ്പിച്ച പുതിയ 2 കളേഴ്സാണ്. മദ്രാസ് റെഡും ജോധ്പൂർ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് 2 കളേഴ്സ് പുതിയതായിട്ട് 2025 റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൽ കൊണ്ടുവന്നതാണ്. അതാണ് അടുത്ത വേരിയൻറ്റ്. അതായത് ഹാൽക്കനയിലും 1000 രൂപ കൊടുക്കണം. അത്രയും പറഞ്ഞ 3 മോഡൽസ് നമുക്ക് ആകെ 1000 രൂപ വ്യത്യാസമുള്ളൂ. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് ഹെറിറ്റേജിൽ നമുക്ക് അതിനകത്ത് റിയർ ABS വരുന്നുണ്ട്. അപ്പോൾ ഓബിയസ്ലി നല്ലൊരു ചോയ്സ് അത് തന്നെയാണ്. എപ്പോഴും ഡ്യുവൽ ചാനൽ ABS തന്നെ ഓപ്റ്റ് ചെയ്യുക. പിന്നത്തെ ഒരു വേരിയൻറ്റ് പറയുന്നത് മെഡാലിയൻ ബ്രോൺസ് എന്ന് പറഞ്ഞൊരു കളറാണ്. അതിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 10000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. യെസ്, നമ്മൾ ഇതുവരെ 1000 രൂപയുടെ ഡിഫറൻസ് ആണ് കണ്ടെങ്കിൽ ഇപ്പോൾ 10000 രൂപ ഡിഫറൻസ് ആയി. അതൊരു ഡ്യുവൽ ടോൺ കളറാണ്. യെസ്, നമ്മൾ ഡ്യുവൽ ടോണിലേക്ക് കടന്നു. ഡ്യുവൽ ടോൺ കളറാണ്, ഒറ്റ കളറുള്ളൂ, മെഡാലിയൻ ബ്രോൺസ്. അതും ഹെറിറ്റേജ് തമ്മിൽ വലിയ വ്യത്യാസമില്ല, കളറിൻ്റെ വ്യത്യാസമുള്ളൂ. ബേസിക്കലി സെയിം ആസ് ഹെറിറ്റേജ് തന്നെയാണ്. നമുക്ക് അതിലും ഡ്യുവൽ ചാനൽ ABS ആണ്. പിന്നത്തെ ഒരു വേരിയൻറ്റ് നമുക്ക് കമാൻഡോ സാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ സിഗ്നൽ കളർ എന്ന് പറയും. അതകത്തിരിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനകത്തേക്ക് നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള, യെസ്, നമ്മുടെ റെഡിഷ് ബേസിൽ കണ്ടുവന്ന ആ ബ്ലാക്ക് ആയിട്ടുള്ള സ്പോക്ക് വീലാണ് അതിന് വരുന്നത്. അത് കൂടാണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ആണ് നമ്മുടെ കമാൻഡോ സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു 8000 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോയ് വീല് കയറ്റാൻ പറ്റും. ആകെ അലോയ് വീല് ഓപ്ഷണലായിട്ട് കയറ്റാൻ പറ്റിയ മോഡൽ നമുക്ക് സിഗ്നൽ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. വേറൊരു ഒറ്റ മോഡൽ നമുക്ക് അലോയ് വീല് കയറ്റാനായിട്ട് പറ്റില്ല. അതിനും യെസ്, നമ്മൾക്ക് ബ്ലിങ്കേഴ്സൊക്കെ ബൾബാണ് വരുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. അത് അകത്തിരിക്കുന്നുണ്ട്, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നത്തെ മോഡലാണ് ഈ ഇരിക്കുന്നത്. ഡാർക്ക് സീരീസിലേക്ക് കടന്നു. ഡാർക്കിൽ മാത്രമാണ് നമുക്ക് അലോയ് വീൽസ് വരുന്നത് ആ സ്റ്റാൻഡേർഡ് വരുന്നത്. നമുക്ക് ഡാർക്ക് സീരീസിൽ 2 കളേഴ്സ് വരുന്നുണ്ട്, സ്റ്റെൽത്ത് ബ്ലാക്കും ഗൺ ഗ്രേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കളർ. നമ്മുടെ ഇരിക്കുന്നത് യെസ് ഡാർക്ക് സീരീസ് ആണ്. ഡാർക്ക് സീരീസിലെ ഗൺ ഗ്രേ എന്നുള്ള കളറാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം മാറ്റ് കളേഴ്സാണ്. ആ ഡാർക്ക് ആയാലും ഇതായാലും ഇത് മാറ്റ് കളേഴ്സാണ് വരുന്നത്. എൻജിൻ കേസിങ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് എന്ന് പറയും. റോസ് ഗോൾഡ് ആയിട്ടുള്ളൊരു കളറാണ് നമുക്കിത് വരുന്നത്. മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള എംബ്ലംസ് കാണാം. നമുക്കിതിലാണ് LED ഇൻഡിക്കേറ്റേഴ്സും അഡ്ജസ്റ്റബിൾ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലിവേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ദി സ്ട്രിപ്പർ ആസ് സ്റ്റാൻഡേർഡ് വരുന്നത്. പിന്നെ ഇത് ആക്സസറി ആണ് കേട്ടോ, ഈ ഒരു ക്രാഷ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ നമ്മുടെ ക്രോം സീരീസ്. യെസ്, ക്രോമിൽ പുതിയൊരു എമറാൾഡ് ഗ്രീൻ എന്നൊരു കളർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനും സെയിം ആണ്. നമുക്ക് LED ബ്ലിങ്കേഴ്സ്, അഡ്ജസ്റ്റബിൾ ലിവേഴ്സ്, ട്രിപ്പറും അതിന് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. അതിന് 232 എക്സ്ട്രോറും വരുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോൻ്റെ സൈഡിൽ തന്നെ എല്ലാത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ പ്രൈസ് 236 തൊട്ട് 2,90,000 രൂപ വരെ
കിടക്കുന്നുണ്ട്. ഇൻ ബിറ്റ്വീനാണ് ഇതിൻ്റെ എക്കത്തിൻ്റെയും ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മുടെ ഉള്ളത് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് സീരീസിലെ ഗൺ ഗ്രേ എന്നുള്ള കളറാണ്. അപ്പോൾ ഞാൻ 2025 വന്ന മാറ്റങ്ങൾ ഈ വണ്ടിയിൽ തന്നെ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ തന്നെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാ വണ്ടിക്കും നമുക്കിപ്പോൾ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഞാൻ പറഞ്ഞു കാണുന്ന ഭംഗിയുള്ളൂ. എനിക്ക് തോന്നുന്നു എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബെയറിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, സ്ക്രാമിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഹണ്ടറിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. കാണുന്ന ഭംഗിയുള്ളൂ, അത്ര ഒരു പ്രകാശമില്ല. പൈലറ്റ് ലാമ്പ് ഉണ്ടോ, ഇതിപ്പോൾ LED ആണ്. പ്രീവിയസ്ലി അറിയാം ബൾബായിരുന്നു, ഇപ്പോൾ അത് LED ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ എടുത്ത് പറയണം. റോയൽ എൻഫീൽഡ് ഓവർ ദി ഇയേഴ്സ് ശരിക്കും ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും അവർ ഓവറോൾ ക്വാളിറ്റി ആയാലും നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് വണ്ടിയിൽ കാണാനുണ്ട് ശരിക്കും. ഇത് ശരിക്കും ഒരു പ്രീമിയം മോട്ടോർ സൈക്കിൾ പോലെ തന്നെയുണ്ട് കാണാനായിട്ട്. ഇത് ഡാർക്കിലെ ഗൺ ഗ്രേ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് LED ബ്ലിങ്കേഴ്സ് ആണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു 41mm ഒരു ടെലസ്കോപ്പിക് ഫോർക്കാണ്. ഒരു മാസീവ് ആയിട്ടുള്ള ഒരു ഫോർക്ക് കവർ കാണാം. സോ അതിന് മുന്നേ വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരു മസ്കുലർ ലുക്ക് കൊടുക്കുന്നുണ്ട്. മെറ്റാലിക് ആയിട്ടുള്ള ഒരു ഫെൻഡർ കാണാനായിട്ട് പറ്റും. ഭയങ്കര എലോങ്ങേറ്റഡ് ആണ്. ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ തീരണ നോക്കി താഴെ വരെ പോകും. എനിക്ക് പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഒരു 300mm ഡിസ്ക് കാണാം. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ ഒരു വണ്ടിക്ക്. ബേസിൻ്റെ റെഡിഷ് ഗ്രെഡിനും ഹാൽക്കൻ ബ്ലാക്കിനും മാത്രം നമുക്ക് സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. പ്രൈവറ്റ് ബ്രേക്സ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ് ആ സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. 15 ഇഞ്ച് അലോയ്സ് ആണ്. ടയർ പ്രൊഫൈലൊക്കെ രണ്ടിനും സെയിം ആട്ടോ. 100-90 തന്നെയാണ് മറ്റേനും വരുന്നത്. 19 ഇഞ്ച് അലോയ്സ് ആണ്. ഫാൻസി ആയിട്ടുള്ള റേഡിയൽ ടയറോ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ ടയറാണ്. ഒരു നൈലോൺ ടയേഴ്സ് ആണ്. അത്ര ഒരു അടിപൊളിയൊന്നും പറയാനില്ല. ഓഫ് കോഴ്സ് ഇതൊരു കോർണർ ക്രേവിംഗ് മെഷീൻ ഒന്നും അല്ല. ഇതൊക്കെ എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു 3500 എങ്ങാണ്ട് ഒരു സാധനത്തിനുണ്ട്. അത് നിങ്ങൾ ഇവരായിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആ ഒരു എഞ്ചിനിൽ ഒരു മാറ്റമില്ല. ആ ഒരു J-Series എഞ്ചിൻ 2021 അവതരിപ്പിച്ച ആ ഒരു കലക്കൻ എഞ്ചിനാട്ടോ. ആ SOS ഹെഡായി ചെയ്യുന്നത് നല്ലൊരു അപ്ഗ്രേഡാണ് പറയണം. കംപ്ലൈൻറ്റ് കാര്യത്തിനായാലും ഇപ്പോൾ ഒറ്റ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് ടാപ്പടി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മോ കൂടപ്പറപ്പാണ്. അതൊക്കെ റിസോൾവ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ഓവർ ഞാൻ പറഞ്ഞു റോയൽ എൻഫീൽഡ് നന്നായിട്ട് ലേൺ ചെയ്യുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റിനെ വെച്ചിട്ട്. ഇതിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. 349cc 2 വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ്. നമുക്ക് പവർ വരുന്നത് 20 HP ആണ്. പക്ഷേ അതിലല്ല കാര്യം, ഇതിൻ്റെ വളരെ ഇമ്പ്രസീവ് ആയിട്ടുള്ള ടോർക്ക് ഫിഗേഴ്സ് ആണ്. 27 Nm. അതും വളരെ ലോ RPM. എനിക്ക് 2000 RPM തന്നെ ടോർക്കിൻ്റെ ഒരു 50% നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമുക്ക് എടുക്കുമ്പോൾ നമ്പർ കയറി പോലെ ടോർക്ക് വളരെ ഇമ്പ്രസീവ് ആണ്. അതെടുത്ത് പറയണം. ആ ഒരു പഴയ ഫ്രെയിം തന്നെ ആയിരുന്നു മാറ്റില്ല. ഐ തിങ്ക് ഡബിൾ സ്പൈൻ ട്യൂബ് ഷാസി എന്ന് തോന്നുന്നു. യെസ്, ആ ഒരു പഴയ ഷാസി തന്നെയാണ്. ഷാസിയിൽ ഒരു മാറ്റം വരുത്തിയായിരുന്നു യൂസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി റീൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ തിരക്കില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇവിടെ വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. പിന്നെ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് 13 ലിറ്റേഴ്സ് ആയിട്ടുള്ള ഒരു ടാങ്ക് കപ്പാസിറ്റിയാണ്. E20 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് 80% പെട്രോളും 20% എത്രത്തോളം വെച്ചിട്ട് ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പറ്റും. മൈലേജ് വളരെ ഇമ്പ്രസീവ് ആണ്. ഐ തിങ്ക് ഒരു 350cc വണ്ടി എന്ന് വെച്ച് നോക്കുമ്പോൾ അതും ഇത്ര വെയിറ്റും കൂടെ ആയിരിക്കണം. ഏകദേശം നമുക്കൊരു 30-35 ഇടയ്ക്ക് നല്ലൊരു മൈലേജ് കിട്ടും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു 38ൻ്റെ അടുത്ത് കിട്ടിയവരുണ്ട്. പിന്നെ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ക്ലാസിക് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതിന് സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. വളരെ വലിയൊരു പില്ലൺ സീറ്റുണ്ട്. വളരെ ലോങ് ആയിട്ടുള്ളൊരു വൈഡ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡർ സീറ്റ് വരുന്നുണ്ട്. ഐ തിങ്ക് ബൈക്കുകളിൽ തന്നെ ഏറ്റവും വൈഡായിട്ടുള്ള സീറ്റ് ക്ലാസിക്കാണ്. നിങ്ങൾ നോക്കി, ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ നിങ്ങൾ കയറിയിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ഓടിക്കാനായിട്ട് പറ്റും. ഗായ്സ്, ഞാൻ ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞു വലിയ സീറ്റ് ഹൈറ്റ് ഒന്നും ഇല്ല. സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. ഐ തിങ്ക് 780 അത്രയും ഉള്ളൂ. അപ്പോൾ ഇതാണ് വണ്ടിയിൽ കയറി നിന്നിട്ടുള്ള വ്യൂ. ഞാൻ പറഞ്ഞു കയറിയിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ഇരിക്കുക. അപ്പോൾ അത്യാവശ്യം കാലൊക്കെ കുത്തിരിക്കാനായിട്ട് പറ്റും. വൺസ് നമ്മൾ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പിന്നിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഓക്കെ, ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇത് ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. ഇതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടോ, ബാറ്ററിങ്, പിന്നെ ചെറിയ ഫസ്റ്റ് എയ്ഡ്, ടൂൾ ബോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഒരു ഡ്യുവൽ ഷോക്ക് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ ആണോ? യെസ്, അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനല്ല, നമ്മുടെ റൈഡിങ് അനുസരിച്ച് നമ്മുടെ വെയിറ്റും ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ വണ്ടി പറയുന്നത് മീഡിയം സെറ്റിങ്സ് ആണ്. സോ മീഡിയം സെറ്റിങ്സ് കിട്ടണമെങ്കിൽ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കണം, എന്നാലേ ആ ഒരു റോയൽ എൻഫീൽഡ് പറയുന്ന സെറ്റിങ്സ് കിട്ടുള്ളൂ. സോ ബാക്കിൽ ഞാൻ പറഞ്ഞൊരു 270mm ഡിസ്ക് വരുന്നുണ്ട്. വളരെ മാസീവ് ആയിട്ടുള്ള ഡിസ്ക് ഉണ്ട്. ബൈബിളുടെ കാലിപ്പേഴ്സ് ആണ് ഓഫ് കോഴ്സ്. പിന്നെ ബാക്കിൽ ഒരു 120 സെക്ഷനിലെ ടയർ വരുന്നുണ്ട്. ബാക്കിൽ ശ്രദ്ധിക്കുക 18 ഇഞ്ച് റൈസാണ്, ഫ്രണ്ടിൽ 19 ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക അക്രോസ് എല്ലാ മോഡലും ഫ്രണ്ട് 19ഉം ബാക്ക് 18 അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഒരു മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു എക്സോസ് കാണാനായിട്ട് പറ്റും. എഞ്ചിൻ കേസിങ് ഓഫ് കോഴ്സ് മാറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ള ഫെൻഡർ കാണാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനെ പ്രൊട്ടക്ഷൻ പോലെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്, റിയലി നൈസ്. പിന്നെ ഒരു ഗ്രാബറിൽ കാണാനായിട്ട് പറ്റും, വെരി നൈസ്. പിന്നെ ബാക്കിൽ ഇത് ഡാർക്ക് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് LED ബ്ലിങ്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ LED ടൈലൈറ്റും വരുന്നുണ്ട്. പിന്നെ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ ലേഡീസിനൊക്കെ വളരെ ഈസി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം. ഓ, മഴ പെയ്തു അതിനിടയ്ക്ക്, ഒന്നും പറയുന്നില്ല. സോ ഇതാണ് കയറി നിന്നിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്.
മാൻ ഒരു മാറ്റമില്ല, ഓവർ ദി ഇയേഴ്സ് ഒരേപോലെ തന്നെ തോന്നുന്നുണ്ട്. ട്രിപ്പർ വന്നതിൽ കൂടെ വണ്ടിയുടെ ഒരു ക്ലാസിക് ലുക്കിനെ ബാധിച്ചിട്ടില്ല. നമുക്ക് സ്വിച്ച് ഗിയർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇൻഫോ ബട്ടൺ ഉണ്ട്, ഇത് ടോഗിൾ ചെയ്യാൻ. പിന്നെ ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഫോണ്. ഇപ്പുറത്തെ വരുവാണെങ്കിൽ എൻജിൻ കിൽ സ്വിച്ച്, കോഷൻ ലാമ്പ്, ഇത്രേ ഉള്ളൂ. പിന്നെ ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും ഞാൻ പറഞ്ഞു ഇത് ഡാർക്ക് സീരീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതെനിക്ക് ആക്സസറി ആയിട്ട് ഇതിൽ കയറ്റാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിൽ കയറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവരായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ മിറേഴ്സ് ചെറിയ വ്യത്യാസമുണ്ട്, ഇതിന് ബ്ലാക്ക് ഹാൻഡിലാണ് വരുന്നത്. ബാക്കി മോഡൽസിന് നിങ്ങൾ ചൂസ് ചെയ്യുന്ന മോഡൽസിനനുസരിച്ച് ഇത് ക്രോമാവും. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഹാൻഡിലും ക്രോമായിട്ട് മാറും. അത് കണ്ടോ, അത് ഹാൽക്കനായിരിക്കുന്നത്, അത് ക്രോമാണ്, ക്രോം ഹാൻഡിലാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഈ ഒരു മിറർ കുറച്ചൊന്ന് ഷോക്കാണ്, കാണാൻ പറ്റുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. യെസ്, ഇതെനിക്ക് വേണം ആക്സസറി മിററാന്ന് തോന്നുന്നു, കുറച്ച് വ്യത്യാസമുണ്ട് ഈ മിറർ. എനിവേ പിന്നെ കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സ്പീഡോ മീറ്റർ വരുന്നുണ്ട്, 160 വരെ കാണിക്കുന്നുണ്ട്, ചുമ്മാതാ. പിന്നെ ഇവിടെ ട്രിപ്പർ, പിന്നെ ഇവിടെ കുട്ടി ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമുക്ക് 2025 നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കണ്ടോ ആൻഡ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ സെയിം ആണ്, ട്രിപ്പ് എഫ് ഇത്രേ ഉള്ളൂ, വേറെ ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല. സോ അത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷം. ഈ വണ്ടിയോടെ വന്നപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. ഒരുപാട് നാളായിട്ട് ഇവരെ വിളിച്ച് ചോദിക്കുകയാണ് ഈ ഒരു വണ്ടി വരുവാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുമെന്ന്. സോ ഇന്നാണ് നമുക്ക് സമയം കിട്ടിയത് കണ്ടോ. സോ ഇന്നാണ് നമുക്കൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൈസ മോഡൽസിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ഇനി ബാക്കിയുള്ള എല്ലാ വേരിയൻറ്റിൻ്റെയും വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഇവരുടെ യാർഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വേരിയൻറ്റിൻ്റെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം. അതിന് പിന്നെ ഇതിൻ്റെ എക്സോസ് അവിടെ നിന്ന് കേൾപ്പിച്ചു തരാം. നമുക്ക് കൈ കൊടുക്കാൻ പറ്റില്ല അധികം. Man, wow, man, പൊളി 100 വെച്ച് നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു എക്സോസോഡിന് കുറച്ചും കൂടി ഒന്ന് ബേസിയറാണ്. സോ ഇതാണ് വണ്ടിയുടെ ലുക്ക്. മാൻ പൊളി, എന്തൊരു പ്രസൻസാന്ന് നോക്കിയ വണ്ടി കാണാനായിട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറയാൻ വിട്ടുപോയി, വണ്ടിയുടെ വെയിറ്റ് പറയാൻ വിട്ടുപോയി. ഐ തിങ്ക് 195 കിലോ ആണ് വെയിറ്റ് വരുന്നത്.